തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഭയക്കുന്ന ജോസ് കെ മാണി പാലായ്ക്ക് അപമാനമാണെന്ന് ഫ്ലെക്സ് ബോർഡ്. നഗരസഭാ കൗൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിന് അഭിവാദ്യം അർപ്പിച്ചും നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. പാലാ പൗരാവലിയുടെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. കൊട്ടാരമറ്റം ജനറൽ ആശുപത്രി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. ജോസ് കെ മാണിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ CPM കൗൺസിലറായ ബിനുവിനെ ഇന്നലെ CPMൽ നിന്ന് പുറത്താക്കിയിരുന്നു. ജോസ് കെ മാണിയുമായി നിരന്തരം വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ബിനു CPMനും കേരള കോൺഗ്രസ് എമ്മിനും ഒരേപോലെ തന്നെ പ്രശ്നമായി മാറി എന്ന് പലരും പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP വിട്ട് CPMലെത്തിയ ബിനു ഈ കൗൺസിലിൽ പാർട്ടി ചിഹ്നത്തിൽ പാലാ നഗരസഭയിലേക്ക് വിജയിച്ച CPM അംഗമാണ്. മുന്നണി ധാരണ പ്രകാരം CPMന് ലഭിക്കേണ്ട നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബിനുവിനെ പരിഗണിക്കാതിരിക്കാൻ കേരള കോൺഗ്രസ് എം CPM സംസ്ഥാന നേതൃത്വത്തിൽ സമ്മർദ്ദമുയർന്നു. അതേസമയം കേരള കോൺഗ്രസ് എം തന്റെ നഗരസഭാ അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് 2023 ജനുവരി മുതൽ പൊതുപരിപാടികളിൽ കറുപ്പ് ഷർട്ടിട്ടാണ് ബിനു വന്നത്. അതേസമയം രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്ക് CPM ഒഴിവു വരുന്ന 2 സീറ്റുകളിൽ CPIയും കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. LDF മുന്നണി യോഗത്തിലായിരുന്നു ഇത്തരത്തിൽ തീരുമാനമായത്. ഇതോടെ ജോസ് കെ മാണി കേരള കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥി ആയേക്കുമെന്നും സൂചന വന്നു. രാജ്യസഭയിലും ലോക്സഭയിലും ഓരോ അംഗങ്ങളുള്ള പാർട്ടിയായാണ് കേരള കോൺഗ്രസ് UDF വിട്ട് LDFലേക്ക് വന്നത്. ഇത് രണ്ടും ഇല്ലാതാകുന്നത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നമാകും. ജോസ് കെ മാണി മുഖ്യമന്ത്രിയെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും ഈ ഒരു കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. രാജ്യസഭാ സീറ്റിൽ ഘടകകക്ഷികൾക്കു വേണ്ടി സീറ്റ് വിട്ടുകൊടുക്കുന്ന രീതി CPM സാധാരണ സ്വീകരിക്കാറില്ല. 2000-ൽ RSPക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതാണ് ഇത്തരത്തിൽ ഒരു മാറ്റമുണ്ടാക്കിയത്. അതേസമയം മധ്യകേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം ഉറപ്പാക്കണമെങ്കിൽ മുന്നണിക്കൊപ്പം കേരള കോൺഗ്രസ് അനിവാര്യമാണെന്ന ചിന്ത തന്നെയാണ് CPMനെ വിട്ടുവീഴ്ചയിലേക്ക് നയിച്ചത്. ഒരു ക്യാബിനറ്റ് പദവി കേരള കോൺഗ്രസിന് വാഗ്ദാനം ചെയ്തുള്ള അനുനയ നീക്കമായിരുന്നു CPMന്റെ ആദ്യ പരിഗണനയിൽ ഉണ്ടായിരുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ഒരു ക്യാബിനറ്റ് പദവി സൃഷ്ടിക്കുന്നത് ജനവികാരം എതിരാക്കുമെന്ന ബോധ്യത്തിലായിരുന്നു CPM പിന്നിലേക്ക് പോയതെന്നാണ് വിവരം. 5 അംഗങ്ങളുണ്ടെങ്കിലേ രാജ്യസഭയിൽ ഒരു കക്ഷിക്ക് ബ്ലോക്കായി നിൽക്കാനുള്ള പരിഗണന കിട്ടൂ. കേരളത്തിലെ രാജ്യസഭാ സീറ്റിലൊന്ന് ഉപേക്ഷിച്ചാൽ രാജ്യസഭയിൽ ഈ പരിഗണന CPMന് നഷ്ടമാവുകയും ചെയ്യും. എല്ലാവരും കൂടിച്ചേർന്ന് 2 പാർട്ടികൾക്കും സ്ഥാനാർത്ഥികളെ നിർണയിക്കാനുള്ള അധികാരം നൽകിയെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും സവിശേഷമായ നിലപാടാണ് CPM സ്വീകരിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുന്നണിയിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി UDFലേക്ക് പോകേണ്ട ഗതികേടിലില്ല. മുന്നണിയിലുള്ള എല്ലാ പാർട്ടികളും രാഷ്ട്രീയ ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ലക്ഷ്യബോധത്തോടെ മുന്നണിയുടെ ഭാഗമായവരാണ്. മറ്റു മുന്നണികളെ പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന നിലപാടുകളൊന്നും മുന്നണിയിലെ ഘടക പാർട്ടികൾക്കില്ല, EP ജയരാജൻ പറഞ്ഞു.